ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, താനത് കാര്യമാക്കണ്ട. അതൊന്നും അമ്മയാണ്. കോളനി പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. താനോട് വിശ്വസിക്കാണോ? സീതാന്റി വെറും പാവമാ. കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരു മകനെ പോലെ അവരെന്നെ കാണുന്നത്. എനിക്ക് രാമുവിനെ വിശ്വാസമാ. അത് പോട്ടെ, ദീപാവലിക്ക് പ്രോഗ്രാംസ് എന്തൊക്കെയാ? ദീപാവലിക്ക് എനിക്കെന്ത് പ്രോഗ്രാം? അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഇല്ലെങ്കിൽ പിന്നെ എന്താ ദീപാവലി? അത് പൊട്ടൊന്നുമില്ല. എനിക്ക് പണ്ട് മുതൽ ഈ പടക്കം മത്താപ്പൊക്കെ ഭയങ്കര പേടിയാ. ഏതായാലും ഇനി ഒരു വർഷം കഴിഞ്ഞേ ദീപാവലിയുള്ളൂ. ഇതങ്ങ് ശരിക്കും അടിപൊളിയാക്കണം. ഇത്ര നിസാര കാര്യത്തിനാണോ താൻ ഇന്നലെ രാത്രി എന്നെ ഫോൺ ചെയ്ത് എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? ശേഷാദ്രി, ഞാൻ പറയുന്ന കേട്ട് നമ്മളൊക്കെ ജീവിതം എത്ര കണ്ടതാ. ഞാനിതൊക്കെ തന്നോടല്ലാതെ വേറെ ആരോടാ പറയാ? നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ വിഡ്ഢിവേഷം കിട്ടിയ ഒരു കോമാളിയാ. ശരി, അത്ര സംശയമാണെങ്കിൽ അവനെ വീട്ടിൽ മാറ്റി താമസിപ്പിക്കുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് പറഞ്ഞുവിടും. ശരി ശരി, നമുക്ക് വൈകുന്നേരം കാണാം. ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ എന്റെ തൊപ്പി തെറിക്കും. ആഭ്യന്തരമന്ത്രി അർജന്റായിട്ടൊരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിരിക്കുക. വരട്ടേടോ. രാമനാഥൻ, കാമുകി കാമുക സംഗമത്തിന് പറ്റിയ സമയം. വേലയുണ്ട്, ചെല്ല്. കാണാം, പലതും കാണാം. പറഞ്ഞു കേട്ടപ്പോ ഞാൻ ഇത്ര വിചാരിച്ചില്ല. എനിക്ക് മനസ്സിലായി. ഇനി അധികം വിശദീകരണം വേണ്ട. കുട്ടി, എന്താ ഇത്? നിന്നായിരുന്നു നിങ്ങള്. എനിക്ക് ഇഷ്ടമാ രാമുവിനെ. അവനെ ആരും വലവിശാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കറിയില്ല, സ്നേഹം കിട്ടാതെ വളർന്ന പെണ്ണാണ്. എനിക്കൊരു സാന്ത്വനമായിരുന്നു രാമു. വേണ്ട, എനിക്കിനി അവനെ വേണ്ട. നിങ്ങൾ തന്നെ എടുത്തു. എനിക്കറിയാം നിനക്ക് അതിനോടുള്ള സ്നേഹത്തിന്റെ ആഴം. സ്നേഹമുള്ളിടത്തെ പിണക്കെല്ലാം ഉണ്ടാവും കുട്ടി.
എന്റെ മകനാ. ഞാൻ അവന്റെ അമ്മയും. എന്റെ പ്രസവിക്കാത്ത മകൻ. കുട്ടി തണങ്ങി പോന്നപ്പോ മുതൽ ആകെ തകർന്നിരിക്കുക എന്റെ മോൻ. കുട്ടിക്കറിയോ പ്രേമത്തിന്റെ ത്രില്ല് ശരിക്കും അറിഞ്ഞതാണ് ഞാൻ.